മണ്ണഞ്ചേരിയിൽ മോഷണം നടത്തിയത് കുറുവാ സംഘം തന്നെയെന്ന് സ്ഥിരീകരിച്ച് പോലീസ്. നിർണായകമായത് ടാറ്റു. സ്റ്റേഷനിലെത്തി പ്രതിഷേധം. മണ്ണഞ്ചേരിയിൽ മോഷണം നടത്തിയത് കുറുവാ സംഘം തന്നെയെന്ന് പോലീസ് സ്ഥിരീകരിച്ചു. എറണാകുളം കുണ്ടന്നൂർ പാലത്തിന് താഴെ നിന്നും ഇന്നലെ പിടിയിലായ സന്തോഷ് കുറുവാ സംഘമാണെന്നും അയാളാണ് മണ്ണഞ്ചേരിയിലെത്തിയതെന്നും ആലപ്പുഴ ഡിവൈഎസ്പി മധുബാബു മാധ്യമങ്ങളെ അറിയിച്ചു. പ്രതിയുടെ നെഞ്ചിൽ പച്ച കുത്തിയതാണ് ആളെ തിരിച്ചറിയാൻ നിർണായകമായത്. പാലയിൽ സമാനമായ രീതിയിൽ മോഷണം നടന്നതും അന്വേഷിച്ചു. അങ്ങനെയാണ് സന്തോഷിനെ കസ്റ്റഡിയിലെടുത്തത്. പുലർച്ചെ രഹസ്യമായി തെളിവെടുപ്പ് നടത്തി. മോഷണം നടന്ന വീട്ടിലെ ഇരകൾ രാത്രിയായതിനാൽ മുഖം കണ്ടിരുന്നില്ല. കുറുവാ സംഘത്തിൽ 14 പേരാണുള്ളത്. പ്രതിയെ പിടിച്ച കുണ്ടന്നൂരിൽ നിന്നും ചില സ്വർണ്ണ ഉരുപ്പടികൾ കിട്ടി. ഇവ പൂർണ്ണ രൂപത്തിലല്ല, കഷ്ണങ്ങളാക്കിയ ആഭരണങ്ങളാണ് ലഭിച്ചത്. സന്തോഷിനൊപ്പം കസ്റ്റഡിയിലെടുത്ത മണികണ്ഠന്റെ കാര്യത്തിൽ വ്യക്തത വരാനുണ്ടെന്നും പോലീസ് അറിയിച്ചു. സന്തോഷിന്റെ അറസ്റ്റ് ഉടൻ രേഖപ്പെടുത്തും. കസ്റ്റഡിയിൽ വാങ്ങുമെന്നും പോലീസ് വ്യക്തമാക്കി. പിടിയിലായ സന്തോഷിന്റെ പേരിൽ ചങ്ങനാശ്ശേരി, പാല, ചിങ്ങവനം സ്റ്റേഷനുകളിലായി 4 കേസുകളുണ്ടെന്നും തമിഴ്നാട്ടിൽ നിന്നാണ് നേരത്തെ പോലീസ് അറസ്റ്റ് ചെയ്തതെന്നും പോലീസ് പറയുന്നു. 3 മാസം ജയിലിൽ കിടന്നതാണ്. കഴിഞ്ഞ 3 മാസമായി പാലാ സ്റ്റേഷനിലെത്തി ഒപ്പിട്ടുകൊണ്ടിരിക്കുകയാണെന്നും പോലീസ് വിശദീകരിക്കുന്നു. ആലപ്പുഴ മണ്ണഞ്ചേരിയിലും കോമളപുരത്തും കവർച്ച നടത്തിയതും സന്തോഷും ഷെൽവവും മണികണ്ഠനും അടങ്ങുന്ന സംഘമെന്നാണ് പോലീസ് പറയുന്നത്. ഇന്നലെ വൈകിട്ട് കുണ്ടന്നൂർ പാലത്തിനടിയിൽ വെച്ചാണ് തമിഴ്നാട് സ്വദേശികളായ സന്തോഷ് സെൽവത്തിനെയും മണികണ്ഠനെയും മണ്ണഞ്ചേരി പോലീസ് പിടികൂടിയത്. അതേസമയം ആലപ്പുഴ കവർച്ചാ കേസിൽ പിടിയിലായവരുടെ കുടുംബം മണ്ണഞ്ചേരി പോലീസ് സ്റ്റേഷനിലെത്തി പ്രതിഷേധിച്ചു. കുണ്ടന്നൂരിൽ നിന്നും പിടിയിലായവരുടെ കുടുംബമാണ് പിഞ്ചു കുഞ്ഞുങ്ങളുമായി സ്റ്റേഷന് മുന്നിൽ നിൽക്കുന്നത്. കസ്റ്റഡിയിലുള്ള സന്തോഷ് സെൽവനും മണികണ്ഠനും നിരപരാധികളെന്നാണ് കുടുംബം പറയുന്നത്. ഞങ്ങൾക്കൊപ്പം ഉണ്ടായിരുന്നു ഇവരെന്നും പോലീസ് പറയുന്നത് പോലെ ആലപ്പുഴയിൽ ഇരുവരും പോയിട്ടില്ലെന്നും കുടുംബം പറഞ്ഞു. തമിഴ്നാട് തേനി സ്വദേശികളാണ്. കേരളത്തിൽ കുപ്പിപ്പാട്ട വിറ്റാണ്. പോലീസ് പിടിച്ച ഉടനെ അടിയായിരുന്നു. അതാണ് ഓടിപ്പോകാൻ ശ്രമിച്ചത്. നേരത്തെ തമിഴ്നാട് ജയിലിലായിരുന്നു. ഇറങ്ങിയിട്ട് 3 മാസമായി. കല്യാണം കഴിച്ച ശേഷം തെറ്റ് ചെയ്തിട്ടില്ല. കുപ്പി വിൽക്കുന്ന പണം കൊണ്ടാണ് ജീവിക്കുന്നത്. പോലീസ് അകാരണമായി പിടിച്ചുകൊണ്ടു പോയതാണെന്നും കുടുംബം പറഞ്ഞു. എന്നാൽ ഈ കാര്യങ്ങൾ പോലീസ് തള്ളിയിരിക്കുകയാണ്.